ഹായ് നമസ്കാരം. ഞാൻ മുറുകുട്ടി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവർക്ക് അസൈൻമെൻറ്റ് എങ്ങനെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓരോ ഇയർ വൈസ് അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതിൽ പറയുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ സാധാരണത്തിൽ നമ്മൾ എഴുതുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നു, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നു. പക്ഷേ ഇന്നോവൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ സാധാരണത്തിൽ അസൈൻമെൻറ്റ് എഴുതുന്ന പോലെ തന്നെയാണെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് പേജിൽ നിങ്ങൾ അസൈൻമെൻറ്റ് അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതിന് മുമ്പിൽ നിങ്ങൾക്ക് 2-3 ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അതിലാണ് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ വെക്കുന്നത്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓരോ ലിങ്ക്. അത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് സാധാരണത്തിൽ നമ്മൾ സാധാരണ 4 സൈഡിൽ മാർജിൻ വരച്ച് ഇത്ര സെൻറ്റിമീറ്റർ ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ തുടക്കത്തിൽ നമ്മൾ തുടങ്ങുന്ന ഭാഗത്ത് ഒരു 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ നിങ്ങൾ ഒഴിച്ചു വിടുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല, പിൻ ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ നൂല് കെട്ടിയിട്ടാണ്, അഥവാ നമ്മളൊരു റെഡ് കളറിലൊരു നൂല് കിട്ടും, അതിന് 2 ഹോൾ കൊടുത്തിട്ട് അത് കെട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് വരുന്നത്. കാരണം നമുക്ക് മറിക്കുന്ന സമയത്ത് ചിലപ്പോൾ കീറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും സെൻറ്റിമീറ്റർ കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊത്തം ആകെ വെള്ളത്തിലാകുന്ന അവസ്ഥയിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യം എഴുതേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ നേരെ താഴെ നിങ്ങൾ ആൻസർ എഴുതുക. പരമാവധി നിങ്ങൾ എത്ര ആൻസർ എഴുതാൻ തോന്നുന്നോ അത്രയും നിങ്ങൾ ആൻസർ പരമാവധി എഴുതാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നല്ല മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. കാരണം നമുക്ക് നോക്കിയിട്ട് എഴുതാനും റെഫർ ചെയ്ത് എഴുതാനും ഒക്കെ നമുക്ക് ഓപ്ഷനുള്ള ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊരു 80, 90 അല്ലെങ്കിൽ 70 മുതൽ 90% വരെ നിങ്ങൾക്ക് മാർക്ക് നേടാനുള്ള ഒരു വഴി കൂടിയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാധാരണത്തിൽ ഇഗ്നോയിൽ തന്നെ അസൈൻമെൻറ്റ് ഏത് വിഷയം എടുത്താൽ പോലും നമുക്ക് കൂടുതലായിട്ട് എഴുതാനും കൂടുതലായിട്ട് റെഫർ ചെയ്തിട്ട് സമർപ്പിക്കാനൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും പരമാവധി നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ എഴുതുക, റെഫർ ചെയ്തിട്ട് കറക്റ്റ് ആൻസറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എഴുതിയ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് അസൈൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യ പേജ് ഫസ്റ്റ് പേജായിട്ട് വരുന്നത്, അഥവാ ചട്ട എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ അതേപോലെ ഫസ്റ്റ് പേജായിട്ട് വരേണ്ടത് നിങ്ങൾ ഇവാലുവേഷൻ ഷീറ്റാണ്. ഇവാലുവേഷൻ ഷീറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങളെ കോഴ്സ് കോഡ് അതുപോലെ തന്നെ നിങ്ങളെ എൻറോൾമെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതണം. അതിൽ അത്ര വലിയ പൂരിപ്പിക്കാനും കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഷീറ്റായിട്ട് വരുന്നത് നിങ്ങളെ പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്. പേഴ്സണൽ ഡാറ്റ ഷീറ്റ് പേര് പോലെ തന്നെ നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള എൻറോൾ നമ്പർ, അതുപോലെ തന്നെ കോഴ്സ് കോഡ്, സബ്ജക്റ്റ് കോഡ്, അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റഡി സെൻറ്റർ കോഡ്, സ്റ്റഡി സെൻറ്റർ എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുക്കേണ്ടത്. അതിൽ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 ഷീറ്റിന് ശേഷം നിങ്ങൾക്ക് മൂന്നാമതായിട്ട് വെക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അഥവാ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് അതിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിലെടുത്ത് വെച്ച് അങ്ങനെ 3 ഷീറ്റായി. ഫസ്റ്റ് ഒന്നാമത് ഇവാലുവേഷൻ ഷീറ്റ്, രണ്ടാമത്തത് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, മൂന്നാമത്തത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നാലാമതായിട്ട് വരേണ്ടത് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ ആൻസറാണ് വരേണ്ടത്. ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ ഒരു ഓർഡറിൽ സെറ്റ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞ റെഡ് നൂല് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 2 ഹോൾ ഇട്ടിട്ട് അതിൽ കെട്ടിയിട്ടിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ അസൈൻമെൻറ്റും ഒരുമിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ എൻറോൾ നമ്പർ അതുപോലെ തന്നെ കോഴ്സ് കോഡ്, സബ്ജക്റ്റ് കോഡ് ഒരു കാരണവശാലും മാറാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് പിന്നീട് വീണ്ടും അസൈൻമെൻറ്റ് കൊടുക്കേണ്ട അവസ്ഥ വരും. കാരണം എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ എൻറോൾ നമ്പറോ കോഴ്സ് കോഡോ മറ്റോ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വീണ്ടും റീഡ് എഴുതിയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങളെ മാർക്ക് അവിടെ എൻ്റർ ആവില്ല. അപ്പോൾ വീണ്ടും എൻ്ററായി വരണമെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് ഒന്നും കൂടി എഴുതിയെടുക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അസൈൻമെൻറ്റ് കാര്യങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെൻറ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ ഇവാലുവേഷൻ ഷീറ്റും അതുപോലെ തന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റും ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ